ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര തന്റെ മകളോട്, മോൾ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുക, ഇതിന്റെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെ നീക്കിക്കോളാം, നിന്നെയും സച്ചിനെയും അമ്മ തന്നെ ഒന്നിപ്പിച്ചോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് ശീതൾ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാം. അപ്പൊ അനിരുദ്ധ് ഇന്ന് വരും. അപ്പൊ അതിൻ്റെതായ ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോള് വരാൻ പറഞ്ഞു. ഏട്ടൻ എപ്പോൾ വരുമെന്ന് പറഞ്ഞോ അമ്മേ എന്ന് സന്തോഷത്തോടെ ചോദിച്ചപ്പോ, എന്റെ മോൻ പ്രതീക്ഷയും കൂടി വന്നിരുന്നെങ്കിൽ ഇരട്ടി മധുരായനി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരൂ അമ്മേ, ഞാൻ വന്നതുപോലെ അനിയേട്ടൻ വന്നതുപോലെ പ്രതീക്ഷേട്ടനും വരും, അമ്മ നോക്കിക്കോ, ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ മോളോട് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞു. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് പറയണമെന്ന് പറഞ്ഞു സിദ്ധുവിന്റെ അരികിൽ ചെന്നിട്ട്. അപ്പൊ ശരിയെന്നും പറഞ്ഞു അങ്ങനെ ശീതളിനെ അങ്ങ് പറഞ്ഞു വിടുക. അപ്പൊ ശീതൾ അങ്ങോട്ടേക്ക് പോയി. ഇത് കഴിഞ്ഞപ്പോൾ പൂജയെ കാണിക്കുന്നു. പൂജയെയും പോയി കാണണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ സുമിത്ര. അങ്ങനെ സുമിത്ര പറഞ്ഞ അനുസരിച്ച് ശീതൾ പൂജയുടെ അടുത്തേക്ക് വരുന്നു. പൂജയാണെങ്കിൽ ഇങ്ങനെ ആലോചനയും എന്തൊക്കെയോ വിഷമവും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് സരസ്വതി അമ്മ ഇത് കണ്ടു. സരസ്വതി അമ്മ വന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ട്, എനിക്കറിയാമടി, നിന്റെ മനസ്സിലൊരു അഗ്നിപർവ്വതം കിടപ്പുണ്ട്. സിദ്ധാർത്ഥൻ ഇവിടെ നിന്ന് പോയാലേ നിനക്ക് മനസമാധാനമാകും. നീ ഇവിടെ നിന്ന് പോകും, പക്ഷേ അവൻ ഇവിടെ നിന്ന് പോവില്ലടി എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ജനലിന്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ സമയം പൂജ, ഇതൊന്നും കൊണ്ട് അച്ഛന് കൊടുക്കോ, ഞാൻ അടുക്കളയിൽ അമ്മയൊന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞൊരു ജ്യൂസുമായിട്ടാണ് ശീതൾ വരുന്നത്. ഇവിടുന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടൊന്നും അല്ലല്ലോ ജ്യൂസ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അച്ഛൻ്റെ ആ റൂമിലല്ലേ, കൊണ്ട് കൊടുക്കും, എന്നിട്ട് അമ്മയെ സഹായിച്ചാൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ ശീതളിനോട് പൂജ. അപ്പൊ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സരസ്വതി അമ്മ വരുവാണ്. ഇത് കേട്ട് അവൾ അങ്ങനെ പലതും പറയും. നീ കൊണ്ടുപോയി കൊടുക്ക് ശീതളെ, ഇതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു ശീതളിനോട് സരസ്വതി അമ്മ. അപ്പൊ ശീതള അങ്ങോട്ടേക്ക് പോയി. അപ്പോ അതെ, നീ കൊണ്ടുപോയി കൊടുക്കാതിരുന്ന ഏതായാലും നന്നായി. നമ്മളറിയാതെ നീ അതിൽ വലിയ വിഷം കലർത്തിയാലോ എന്ന് പൂജയോട് സരസ്വതി അമ്മ പറഞ്ഞപ്പം, അല്ല അവനെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടല്ലോ നിനക്ക്, അതുകൊണ്ട് പറഞ്ഞതാ. അവനിവിടെ താമസിക്കുന്നതേ നിനക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. നിന്റെ അച്ഛൻ സുമിത്രയെ കെട്ടുന്നതിന് മുൻപേ അവളെ കെട്ടിയതാ അവൻ, കേട്ടോ, അത് നിനക്കറിയാലോ. അതിലെ അവർക്ക് 3 കുട്ടികളും ഉണ്ട്, അത് നീ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് പൂജ ഒന്നും ഒരു കുസലും ഇല്ലാതിരിക്കുക. സുമിത്രയുടെ കൂടെ അല്ലാതെ പിന്നെ അവൻ ആരുടെ കൂടെയാടി താമസിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു. നിനക്ക് ഇഷ്ടമല്ലെങ്കിലേ നീ ഇവിടെ നിന്ന് മാറി താമസിക്കും. അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞപ്പം, ദേ എനിക്കിപ്പം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഒന്ന് പോയി തരാവോ എന്ന് ചോദിച്ചു. താല്പര്യമില്ലെങ്കിലേ നീ പോടി. ഓ, ഇതെന്തൊരു ശല്യമാ എന്ന് പറഞ്ഞ് പൂജ എഴുന്നേറ്റ് പോവുകയാണേ. അപ്പോഴേക്ക്, എടി നിക്കടി അവിടെ, ഇവിടെ ഒന്നും എൻ്റെ ആരുമല്ല എന്നുള്ള ചിന്തയാ നിന്റെ മനസ്സിൽ, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ ഞങ്ങൾക്കും ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, നീ ഞങ്ങളുടെ ആരുമല്ല എന്നുള്ളത്. ആരുമല്ലെന്ന് ചിന്തിച്ചത് കൊണ്ടാണോ നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചതെന്ന് പൂജ അന്നേരം ചോദിക്കുക. കരഞ്ഞുകൊണ്ട് അഭയം തരണമെന്നും പറഞ്ഞു വന്നപ്പോ സ്വീകരിച്ചത് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. സരസ്വതിക്ക് മിണ്ടാട്ടോ ഇല്ല. നിങ്ങളുടെ മകൻ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അമ്മയോട് തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിലേ അദ്ദേഹവും ഈ വീട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല. ഓ, പിന്നെ നിന്റെ ഔദാര്യത്തിലൊന്നും അല്ല ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മുൻപ് അമ്മ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്വഭാവത്തിലെ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. മകൻ വന്നതോടെ നിങ്ങളുടെ സ്വഭാവം അടിമുടി മാറി. പിന്നെ ഈ വീട് പോലും നിങ്ങളുടേതാണെന്നുള്ള ഒരു ഭാവത്തിലാണ് നിങ്ങളുടെ സംസാരം, ശരിയല്ലേ? വെറുതെ അല്ല നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇട്ടതെന്നൊക്കെ പറഞ്ഞപ്പോ സരസ്വതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ആകെ ഇത് തന്നെ വരുമെന്ന് പറഞ്ഞു പൂജ. എടി പിന്നെ മകന്റെ സ്വഭാവവും എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അങ്ങേരൊന്ന് നിവർന്നു നടക്കാറാവട്ടെ, അയാൾ തന്നെയായിരിക്കും നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുക എന്ന് പറഞ്ഞ് സരസ്വതിയമ്മ ഇങ്ങനെ സരസ്വതിയമ്മയോട് പറഞ്ഞപ്പോ സരസ്വതിയമ്മ തല്ലാനായിട്ട് കൈ ഒങ്ങി പൂജയുടെ നേരെ. പക്ഷെ പൂജ അത് തടഞ്ഞു. തള്ളെ ചവിട്ടി കൂട്ടി അവിടെ ഇട്ട് ശരിക്കും പൂജ. ദേ അച്ഛമ്മേ, വേണ്ട, എന്നെ തല്ലാനുള്ള അധികാരം ഞാൻ ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതെന്റെ അമ്മയ്ക്ക് മാത്രമാണെന്നുള്ള കാര്യം പറഞ്ഞ് മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ അടുത്ത് തന്നെ കിട്ടിക്കോളൂ എന്നും പറഞ്ഞു. അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും, അതിന് യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞു നമ്മുടെ പൂജ അവിടെ നിന്ന് പോയി. സരസ്വതിയമ്മ ഇങ്ങനെ മുറുമുറുത്തോണ്ട് അവിടെ നിൽക്കുക. നിന്നെ ഞാനിവിടെ താമസിപ്പിക്കലടി, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കോടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് പോകാനായിട്ട് റെഡിയായി അനിരുദ്ധ് ഇങ്ങനെ നിൽക്കുന്നു. സ്വരമോളെ വിളിക്കുന്നു. അപ്പൊ വരുവാ ഡാഡി എന്നും പറഞ്ഞു കൊച്ചിങ്ങനെ നിൽക്കുന്നു. വേഗം വാ മോളെ എന്ന് പറയണു. പിന്നെയും സ്വരാന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്ക് അനന്യ ഇങ്ങനെ അനിരുദ്ധിന്റെ പിന്നിൽ വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. അനിരുദ്ധ് ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അനിരുദ്ധ് പ്ലീസ്, എനിക്കൊന്ന് പറയാനുള്ള ഒരു അവസരം തരാൻ പറഞ്ഞു. അനിരുദ്ധ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക അനിരുദ്ധ് എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് നീയുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ല. ഇനി നമ്മളുടെ ജീവിതം രണ്ട് വഴിക്കാണെന്ന് പറയുവാണ്. ഒരിക്കലും നീയും ഞാനും തമ്മിൽ വേർപിരിയരുതെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. ഞാൻ തന്നെ പറയുന്നു, നമ്മൾ വേർപിരിഞ്ഞേ പറ്റൂ. നമ്മളിനി ഒരിക്കലും ജീവിച്ച്
ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവില്ലെന്ന്. അനിരുദ്ധ്, എന്നെ ഒന്ന് മനസ്സിലാക്കുക. അതന്നേരം ആ സമയത്ത് അങ്ങനെയൊന്നും സംഭവിച്ചു പോയി. പ്ലീസ് അനിരുദ്ധ്, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ലല്ലോ, എന്നോടൊന്നും ക്ഷമിക്കാൻ പറഞ്ഞു. അനിരുദ്ധ്, എന്റെ അച്ഛനെയും അമ്മയെയും അതിര് കടക്കുന്ന രീതിയിൽ ശകാരിച്ചപ്പോ അറിയാതെ എന്റെ നാവിൽ നിന്ന് വന്നു പോയതാണെന്ന് പറഞ്ഞു. അവരെ ഞാൻ ശകാരിക്കായിരുന്നില്ല വേണ്ടത്. അവരെന്നോട് ചെയ്തതേ കൊടും ചതിയാണ്, കൊടും ചതി. അതിന് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. എന്റെ അമ്മ ജീവനോടെ ഇരിക്കുമ്പോ ആ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അവരെന്നെ വിശ്വസിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി അവരെന്നെ കൊണ്ട് ബലിതർപ്പണം ചെയ്യിപ്പിച്ചില്ലേ? നീ അതൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ പൊറുക്കാവുന്ന തെറ്റാണോ? ആണോന്ന് നീ തന്നെ പറയാൻ പറഞ്ഞു. അപ്പൊ അനന്യയ്ക്ക് മറുപടി ഒന്നുമില്ല. മഹാപാപം അവരെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതിന്റെ പേരില ഞാൻ ഇന്ന് ഈ സങ്കടം മുഴുവൻ അനുഭവിക്കുന്നത്. ഇല്ല, നിന്റെ അച്ഛനും അമ്മയും കാരണം എന്റെ മനസ്സിനേറ്റ മുറിവുണ്ടല്ലോ, അത് ഈ ജന്മത്ത് മാറുന്ന കാര്യമല്ല. അപ്പോ അനിരുദ്ധ്, നീ ഇതൊക്കെ മറക്കണമെന്നും മറന്നേ തീരുമെന്നും അനന്യ പറയണു. ഇല്ല, എനിക്ക് ഇത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നും ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിന്റെ അച്ഛനും അമ്മയും എവിടെയോ ജീവിച്ചിരിക്കുമ്പോ അവര് മരിച്ചു പോയി എന്ന് നിന്നെ വിശ്വസിപ്പിച്ചിട്ട് പിന്നെ നീ അറിയുവാണ് അവര് മരിച്ചിട്ടില്ല എന്ന്. എന്തായിരിക്കും നിന്റെ പ്രതികരണം? നീ ഒന്ന് പറയാൻ പറഞ്ഞു. നിനക്കെന്താ മറുപടിയില്ലേ? മറുപടി പറയാൻ പറഞ്ഞു. അപ്പോ ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അനിരുദ്ധിനോട് അവരോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ക്ഷമിക്കണ്ട, ഇങ്ങനെയൊന്നും പറയരുത്. അവരെ വെറുത്തോ? പക്ഷേ അവര് ചെയ്ത തെറ്റിന് എന്നും എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുതെന്ന് അനന്യ പറഞ്ഞു. ഇപ്പോഴും നീ എന്റെ വേദന മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാ. അനിരുദ്ധിനെ ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അനന്യ ചോദിച്ചു. നീ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഇല്ല, അത്രേ ഉള്ളൂ. ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ജീവിതം. വെറുതെ ഇതിനെപ്പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ അമ്മയെ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞപ്പം നീ എന്നെ ഉപദേശിക്കേണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഒച്ചയെടുത്തു. അപ്പോഴേക്കും ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിറങ്ങി വന്നു. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിൽ ബഹളം എന്ന് ചോദിച്ചു. വാ മോളെ, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി വരുന്നില്ലേ എന്ന് കൊച്ചു ചോദിക്കുമ്പോൾ മമ്മി വരുന്നില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വരയ്ക്കും വിഷമായിട്ടോ. മമ്മിക്ക് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോൾ അവിടെ പോയി സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണു. അനന്യാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കുക. അപ്പൊ മോള് വാ പോകാം എന്ന് പറഞ്ഞ് അനിരുദ്ധ ഒരു കുഞ്ഞിനെ വിളിക്കുന്നു. പെട്ടെന്ന് അനന്യ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഒരു ഒറ്റ കരച്ചിലായിരുന്നു. കുറേ ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും പോകാൻ മടിയോടുകൂടി ഇങ്ങനെ നിൽക്കുക സ്വരയും. അപ്പൊ മമ്മി എന്തിനാ കരയുന്നേ എന്ന് സ്വര ചോദിക്കണുണ്ട്. ഇതൊക്കെ അനിരുദ്ധ കണ്ടോണ്ട് നിൽക്കുക. ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാത്തത് കൊണ്ടാണോ സങ്കടം? മമ്മി കരയണ്ട കേട്ടോ, മമ്മി ഞങ്ങൾ കൊണ്ടുപോകാം. മമ്മി വേഗം അങ്ങ് വന്നാൽ മതിയേ, ജോലിയൊക്കെ വേഗം തീർക്കണം കേട്ടോ, ഞാൻ മമ്മിയെ കാത്തിരിക്കും കേട്ടോ, കരയാതിരിക്കും മമ്മി എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക സ്വരമോള്. അപ്പോഴേക്കും അനിരുദ്ധാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകണു. അങ്ങനെ അവർ രണ്ടുപേരും പോകുമ്പോഴും അനന്യ വാ വിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഭയങ്കര സങ്കടമായിപ്പോയി. അമ്മയ്ക്ക് ടാറ്റയും കൊടുത്ത് മോൾ അങ്ങനെ പോണു. പിന്നെ കാണിക്കുന്ന സിദ്ധുവിനെ കേട്ടോ. സിദ്ധു ഇങ്ങനെ ജനലിന്റെ ചോട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പൂജ അങ്ങോട്ടേക്ക് ചെന്നു. പൂജ മോള് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഞാനിവിടെ പോകാൻ അങ്കിളെന്ന നേരത്തേക്കും പൂജ ചോദിച്ചു സിദ്ധുവിനോട്. അല്ല, മോളെ കാണാനേ ഇല്ല, മോളെന്റെ മുന്നിലേക്ക് വരാറേ ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാ. പേടി കൊണ്ടാണോ അതോ സ്നേഹക്കുറവ് കൊണ്ടാണോ വരാത്തത് എന്നൊക്കെ ചോദിച്ചപ്പം ഇത് രണ്ടും അല്ല അങ്കിൾ കാരണമെന്ന് പൂജ നേരം പറഞ്ഞു. പിന്നെന്താ മോളെ, അമ്മയും സുമിത്രയും ശീതളും ഒക്കെ എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി വരാത്താണെന്ന് ചോദിച്ചു. അമ്മയൊന്നും അങ്കിളിന്റെ അരികിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നമ്മുടെ പൂജ പറയാം. അങ്കിൾ അതൊക്കെ വിട്. എന്താ അങ്കിളിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് നമ്മുടെ പൂജ നേരം ചോദിച്ചു. അപ്പൊ മോളെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പൊ സരസ്വതിയമ്മ അതുവഴി വരുക. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള സംസാരം സരസ്വതിയമ്മ കേൾക്കാനിടയാകുന്നത്. ഇവിടെ തന്നെ താമസിക്കുകയാണോ അതോ വേറെ വീട്ടിലേക്ക് മാറുന്നുണ്ടോ എന്നാ ചോദിച്ചതെന്ന് പൂജ സിദ്ധുവിനോട് ചോദിച്ചു. അങ്കിൾ നാട്ടിൽ തന്നെ നിൽക്കുന്നോ അതോ വിദേശത്തേക്ക് തിരികെ പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇതൊക്കെ എന്തിനാ പൂജ ഇപ്പൊ അറിയുന്നത്? അത് അറിയണമല്ലോ. ഇപ്പോ ഈ വീട്ടിൽ നമ്മൾ ഒന്നിച്ചല്ലേ താമസിക്കുന്നത് എന്ന് പൂജ അന്നേരം സിദ്ധുവിനോട് ചോദിച്ചു. ഞാൻ പറയുമ്പോ അങ്കിളിന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു. സരസ്വതി അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് അങ്കിളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ എന്താ മോളെ അതിന് കാരണം എന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് അങ്കിളിന് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് അന്നേരം പൂജ ചോദിക്കാം. ഇപ്പോഴും സരസ്വതി അമ്മ പല്ലിറമി നിൽക്കുവാണ്. അങ്കിളിന്റെ 3 മക്കളുടെ അമ്മയവർ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടമ്മ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾ അമ്മയ്ക്കൊപ്പം താമസമായാൽ അതൊക്കെ മോശമായ കാര്യം. വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിക്കരുതെന്ന് പറഞ്ഞു. അമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടേ ഉള്ളൂ. ആ അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. കുറെ പ്രശ്നങ്ങളുടെ നടുവിലെ അമ്മയുള്ളത്.
ഇപ്പം നടക്കുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ അമ്മയെ അലട്ടുന്നുണ്ട്. അങ്കിളത് മനസ്സിലാക്കണം. എന്തിനാ അങ്കിളെ വെറുതെ അമ്മയെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണതുകൊണ്ട് അങ്കിൾ ഇവിടുന്ന് താമസം മാറണമെന്നും പറയണു. അപ്പോൾ മോളെ അത് പിന്നെ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ മോൾക്ക് വാതിൽ അടയ്ക്കാമായിരുന്നു എന്ന് സിദ്ധു പറയുവാണ്. അത്രയ്ക്ക് മനഃശുചിത്വം ഇല്ലാത്തവരവളാണോ അങ്കിൾ ഞാൻ? ഇങ്ങനെ നിൽക്കുന്ന സരസ്വതിയമ്മ ഭയങ്കര കലിപ്പില്. പിന്നെ ഇതിനാ പൂജ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്കിളിന് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. എനിക്ക് അങ്കിളിനോട് ദേഷ്യമോ സ്നേഹക്കുറവോ ഒന്നുമില്ല. അതൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് എൻ്റെ അമ്മ ഇവിടെ കൂടുതൽ കാലം താമസിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം പൂജ ഇങ്ങനെ പറഞ്ഞു. അതെൻ്റെ അമ്മയുടെ ജീവിതത്തെ ബാധിക്കുമെന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് തുള്ളിച്ചാടി, എടി എൻ്റെ മോനെ ഇവിടെ ഇറക്കി വിടാറായോടി, എന്ത് ധൈര്യത്തിലാണ് നീ ഇവനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇവൻ എവിടെ താമസിക്കണമെന്ന് ഇവനാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ചെന്നു. ഇവൻ വിവരദോഷം കാണിച്ചെന്നല്ലേ? നീ കൊള്ളാവലോടി കൊച്ചേ, നിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം, ഇങ്ങോട്ട് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് പൂജയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക. അപ്പോഴേക്കും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിത്തേ ശീതൾ വന്നു. പൂജയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവും അമ്മേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധുവും തടയാനൊക്കെ നോക്കുന്നുണ്ട്. സരസ്വതിമ്മ ഫുൾ ഫോമില. സമയം പിന്നെ കാണിക്കുന്നത് അനന്യയാണ്. അനന്യ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന അനന്യയെ സമാധാനിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും തൊട്ടരികില്. അവനൊന്നും ചിന്തിക്കാൻ പോണില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ ആ കൊച്ചും അതുപോലെ തന്നെ സുമിത്രയൊക്കെ. അവന്റെ മനസ്സ് മാറുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രേമ അവിടെ ഇരുന്ന് ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നു. അവന്റെ മനസ്സ് മാറണമെങ്കിൽ ഇനി സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണമെന്നൊക്കെ പറഞ്ഞു. എടി, അവന് നിന്നോട് തരുമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പോയപ്പോ അവൻ നിന്നെ വിളിച്ചേനെ, കൂടെ അവൻ നിന്നെ കൊണ്ടുപോയേനെ. അവൻ വിളിച്ചില്ലല്ലോ, അവന് നിന്നെ വേണ്ട. പിന്നെ നീ എന്തിനാ അവനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രേമേ, എന്താ നിന്റെ ഉദ്ദേശം എന്ന് വിശ്വൻ അന്നേരം ചോദിച്ചു. നീ അരുതിയിലിരുന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണോ? അപ്പോൾ ഒന്നുമല്ല, ഞാൻ എൻ്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവളെ ഉപദേശിച്ചതാ. ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അനന്യയും അനിരുദ്ധും തമ്മിൽ ശത്രുതയിലാക്കിയാൽ അനന്യക്ക് നല്ല ഭാവി കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു വിശ്വൻ. ആരാ ഇവിടെ ശത്രുത കാണിക്കുന്നത്? അനിരുദ്ധല്ലേ? അതൊരു ശത്രുതയാണോ പ്രേമേ? അവനോട് നീ ചെയ്തതും ഞാൻ ചെയ്തതും ഉണ്ടായത് വെച്ച് നോക്കുമ്പോൾ അവൻ ഇത്രയല്ലേ പ്രതികരിച്ചോളൂ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ആയിട്ടും വിശ്വത്തിന് അനിരുദ്ധിന്റെ തനി സ്വരൂപം മനസ്സിലാകുന്നില്ലല്ലോ. കഷ്ടം പ്രേമേ, ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയല്ലേ? ശരി, നമ്മൾ കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അപ്പോ അവൻ വിരോധം കാണിക്കേണ്ടത് നമ്മളോടാ, ഇവളോടല്ല. ഇവളോട് എന്തിനാ അവൻ ഈ വിരോധം മുഴുവൻ കാണിക്കുന്നത്? അവന്റെ പിന്നാലെ എൻ്റെ മോള് അവളുടെ വില കളഞ്ഞ് ചെല്ലണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതൊന്നും നടക്കില്ലെന്നൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ അമ്മ പറയുന്നു. പ്രേമൻ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞപ്പം നിങ്ങളൊന്നും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ടായി പുള്ളിക്കാരി. അവൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, അത് മതി. നമ്മളെന്തിനതിനെതിരെ നിൽക്കണം? അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. അവൻ ഡിവോഴ്സ് ചെയ്തു പോയാലേ ഇവൾക്ക് ഇപ്പോഴുള്ളതിനേക്കാളും നല്ലൊരു ലൈഫ് കിട്ടുമെന്നായി പ്രേമേ, ഈ തീരുമാനമൊന്നും നല്ലതല്ല. ഈ തീരുമാനം തന്നെയാ നല്ലതെന്ന് പ്രേമ. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് തർക്കിക്കുമ്പോൾ മതി, ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾ കാരണം എൻ്റെ ജീവിതം പോയത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് അനിരുദ്ധ പോണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാണ്ട് മമ്മിയോ അല്ലെങ്കിൽ ഡാഡിയോ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.